നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ആക്ച്വലി ഞാൻ പറയാൻ പോകുന്ന സിനിമ ഏതാണെന്ന് വെച്ചാൽ ബോർഡർ 2. 1997 JP ദത്ത് സാർ ഡയറക്റ്റ് ചെയ്ത ബോർഡർ എന്ന് പറയുന്നൊരു സിനിമയുടെ അക്ഷയ് ഖന്ന, സണ്ണി ദിയോൾ, സുനിൽ ഷെട്ടി, അങ്ങനെ ഒരു ഭയങ്കര ഒരു വലിയ താരനിരയുള്ള ഒരു സിനിമയാണ് ബോർഡർ. കിടിലൻ സിനിമയാണ്. 1997 ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് വാർ ആക്ഷൻ മൂവീസ് ഫ്രം ബോളിവുഡ്. കിടിലമാണ്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നല്ല കിടിലൻ സിനിമയാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് 2025 ഇറങ്ങിയിരിക്കുന്ന അനുരാഗ് സിംഗ് ഡയറക്റ്റ് ചെയ്ത ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ് ബോർഡർ 2. കിടിലൻ സിനിമ, അടിപൊളി സിനിമ. വൺ ഓഫ് ദ റീസൺ ഈസ് ലൈക്ക് ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെക്കാതെ വൺ ഓഫ് ദ സിനിമയാണ്. കാരണം കുറേ സീക്വൽസ് ബോളിവുഡിൽ നിന്ന് വരുന്നുണ്ട്. സോ അതിലൊരു സീക്വൽ എന്ന് പറഞ്ഞ് കാണണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലിരുന്നൊരു സിനിമയാണ് ബോർഡർ 2. പോയി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അതിപ്പോൾ ടെക്നിക്കൽ സൈഡാണെങ്കിലും പെർഫോമൻസസ് ആണെങ്കിലും എല്ലാവരും കിടിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അനുരാഗ് സിംഗ് ആണ്. കേസരി, ജുഗ് ജുഗ് ജിയോ എന്നൊക്കെ പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അതേപോലെ തന്നെ പഞ്ചാബ് 1984 എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ദിൽജിത്ത്, അതും പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതും കിട്ടിലൊരു സിനിമയാണ്. ഇത് വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യാൻ അറിയില്ല, ഞാൻ അത്ര വലിയൊരു പ്രൊഫഷണൽ അല്ല. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു 3 hours 19 minutes നമ്മളെ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അവരോട് ഫീൽ ചെയ്യണം. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ഇത്രയും വലിയൊരു സിനിമയിൽ അല്ലെങ്കിൽ ഇത്രയും ഡ്യൂറേഷനുള്ളൊരു സിനിമയിൽ ഇത്രയും പേരെ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അത് നല്ല വൃത്തിക്ക് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ക്യാരക്ടറിനെയും ക്യാരക്ടറിനെ അവരുടെ ഒരു പ്രിലിം ഇത് കാണിച്ചിട്ട് എന്നിട്ട് നമ്മളെ അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഇമോഷണൽ ജേർണിയിൽ വി ആർ ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അതിലെങ്ങനെ സണ്ണി ദിയോൾ വരുന്നു, അവർ 4 പേരുടെയും കണക്ഷൻസ്, അവരുടെ പേഴ്സണൽ ലൈഫ്സ്. ഇപ്പം വരുൺ ധവാൻ്റെ വൈഫും, അതേപോലെ എന്താ പറയുക ദിൽജിത്തിൻ്റെ പേരും, അതേപോലെ അഹാൻ ഷെട്ടിയും അവരുടെ ഫാമിലി. ഇപ്പോൾ ഈ ഫാമിലീസ് എല്ലാം കൂടി ഇൻ്റർവ്യൂനായി ഈ ഫാമിലി നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഫീൽ ചെയ്യും. ദിൽജിത്ത് ഈസ് പാർട്ട് ഓഫ് അവർ ഫാമിലി, വരുൺ ധവാൻ ഈസ് പാർട്ട് ഓഫ് അവർ ഫാമിലി, and Ahan Shetty is part of our family, Sunny Deol is part of our family, the whole army, the whole air force, the whole navy is part of our family. നമുക്ക് ഫീൽ ആവും. അങ്ങനെ ഫീൽ ചെയ്യണം. ആക്ച്വലി വി ഷുഡ് ഫീൽ ദാറ്റ്. ബട്ട് ആ സിനിമ കാണുമ്പം നമുക്കത് ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അയ്യോ ഇത് നമ്മുടെ ആളാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ സോൾജറാണല്ലോ അവിടെ നിൽക്കുന്നതെന്നുള്ളൊരു ഒരു ആവേശം നമുക്ക് കിട്ടും. അത് ഈ സിനിമ തരുന്നൊരു ഹൈ ഉണ്ട്. നമ്മൾ പറയില്ലേ, ഒരു വാർ സിനിമ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും. അതിൽ നമുക്ക് സങ്കടം തോന്നും, നമുക്ക് സന്തോഷം തോന്നും, നമുക്ക് ആവേശം തോന്നും, നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും, നമുക്ക് അടിക്കടാവനെ എന്ന് പറയുന്നത് തോന്നുന്ന ഒരു ആവേശമൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡാണ് ആക്ച്വലി ഒരു വാർ ആക്ഷൻ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ നമ്മളെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോയി ലാൻഡ് ചെയ്യിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ആക്ച്വലി ബോർഡർ 2. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം അതിൽ വരുൺ ധവാൻ്റെ ക്യാരക്ടറാണെങ്കിലും, അതേപോലെ അഹാൻ ഷെട്ടിയുടെ ക്യാരക്ടറാണെങ്കിലും, ദിൽജിത്തിൻ്റെ ക്യാരക്ടറാണെങ്കിലും, അവരുടെ സപ്പോർട്ടിങ് ലൈക്ക് വൈഫ്, ഫാമിലി, ലൈക്ക് ദിൽജിത്തിൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, ദിൽജിത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, വരുൺ ധവാൻ്റെ വൈഫ്, ആ വൈഫിൻ്റെ ഫാമിലി, അതേപോലെ അഹാൻ ഷെട്ടിയുടെ പേര്, ലൈക്ക് അഹാൻ ഷെട്ടിയുടെ വൈഫ്, ലൈക്ക് കുട്ടി, ആ ഫാമിലി. സോ എല്ലാവരും നല്ല കിടലോട്ട് ആ ഒരു ഇമോഷണൽ ഫീൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡെപ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നോട്ട് ഓൺലി ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ. ആർമി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം വരുൺ ധവാൻ്റെ ലൈക്ക് അവരെ സപ്പോർട്ടിങ് സോൾജേഴ്സ്,
അതേപോലെ എയർഫോഴ്സ് മറ്റുദ്യോഗസ്ഥർ, അതേപോലെ നേവിയിലെ മറ്റുദ്യോഗസ്ഥർ, ഇവരെല്ലാം നമുക്ക് തരുന്ന ആ ഒരു സോൾജേഴ്സ് നമുക്ക് തരുന്നൊരു അവരുടെ എക്സ്ട്രീംലി ഹാപ്പി ന്യൂസ്, അവരുടെ സാഡ് ന്യൂസ്, അവരുടെ കൊച്ചു കൊച്ചു തമാശകൾ, അവരുടെ കളിയാക്കലുകൾ, അവരുടെ പേടി, ഇതെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു ഇമോഷൻ ഷെയറിങ്, ഇതെല്ലാം നമുക്കും ഫീൽ ചെയ്യുന്ന, സ്ക്രീനിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കും അത് ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ബ്രില്യൻ ഫോർ മീ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സണ്ണി ദേവലിൻ്റെ ക്യാരക്ടറാണെങ്കിലും വരുൺ ധവൻ, ഈ പറഞ്ഞ എല്ലാവരുടെയും എനിക്കങ്ങനെ എടുത്തു പറയാൻ, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല പൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫ്രെയിമിൽ അവർ ബോർഡറിൽ എന്താ പറയുക, ബോർഡറിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയും കൂടി ഇവർ ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിക്ക് ഈ മൂവി അവർ ക്ലോസ് ചെയ്യും. കിടിലൻ സിനിമ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഭയങ്കര സന്തോഷം തോന്നി. കാരണം രാത്രി 10 മണിക്ക് ഞാൻ ഈ സിനിമ പോയി കാണുന്നത്. അപ്പം രാത്രി 10 മണിക്ക് സിനിമ തീർന്നപ്പോഴത്തേക്ക് ഒരു 2 മണിയായി. എന്നിട്ട് പോലും എനിക്കൊരു വിഷമം തോന്നിയില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞിട്ട്. ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഫൈൻലി മെയ്ഡ് ഇമോഷണലി ചാർജ്ഡ് ആക്ഷൻ ത്രില്ലറാണ് ഈ സിനിമ ബോർഡർ 2 എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസകൾ. അതേപോലെ താങ്ക്സ് ടു എവ്രി സോൾജർ who is standing there for us, protecting us in all way, and thanks to you. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സമയത്ത് കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ